നമസ്കാരം. തനിസ് പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 125/2025 ടൈം കീപ്പർ തസ്തിയിലേക്ക് നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസറൊക്കെയാണ്. അതിൻ്റെ 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ഇനി 10th പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്നവർക്കും വില്ലേജ് ഫിൽഡ് എക്സാം എഴുതാൻ പോകുന്നവർക്കും ഒക്കെ തന്നെ യൂസ്ഫുൾ ആവുന്ന, പ്രയോജനകരമാകുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? ആൻസർ റിയോ ഡി ജനീറോ. റിയോ ഡി ജനീറോ. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് റിയോ ഡി ജനീറോ. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന അവധിനെ പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? യങ് ഇന്ത്യ മഹാത്മാഗാന്ധി, കേസരി ബാലഗംഗാധർ തിലക്, ദി ലീഡർ മോത്തിലാൽ നെഹ്റു, കോമൺവെൽത്ത് ആനി ബസന്റ്. ഇതിൽ ശരിയായ ജോഡികൾ എന്ന് പറയുന്നത് 1, 2, 4 ശരിയാണ്. 1, 2, 4 ശരിയാണ്. യങ് ഇന്ത്യ മഹാത്മാഗാന്ധി, കേസരി ബാലഗംഗാധർ തിലക്, കോമൺവെൽത്ത് ആനി ബസന്റ്. യങ് ഇന്ത്യ മഹാത്മാഗാന്ധി, കേസരി ബാലഗംഗാധർ തിലക്, കോമൺവെൽത്ത് ആനി ബസന്റ് എന്നീ പ്രസ്താവനകൾ ശരിയാണ്. യങ് ഇന്ത്യയുടെ കർത്താവ് മഹാത്മാഗാന്ധി, കേസരിയുടേത് ബാലഗംഗാധർ തിലക്, കോമൺവെൽത്തിൻ്റെത് ആനി ബസന്റും ആകുന്നു. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ്? ജനകീയ ചൈന നിലവിൽ വന്നത് എന്നാണ് 1949 ഒക്ടോബർ 1 ജനകീയ ചൈന വന്നത്. 1949 ഒക്ടോബർ 1 ജനകീയ ചൈന നിലവിൽ വന്നത്. നെക്സ്റ്റ് വൺ, താഴെ പറഞ്ഞ പ്രസ്താവനയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? പ്രസ്താവന ഇതാണ്: അദ്ദേഹം ഫ്രഞ്ചുകാരുമായി നടത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ്. പതിവ് കണക്കെന്ന ബഡ്ജറ്റ് പദ്ധതിക്ക് രൂപം കൊടുത്തു. തൃശ്ശൂർ പൂരത്തിൻ്റെ അമരക്കാരൻ അറിയപ്പെട്ടു. അതിന് ആൻസറാണ് ഓപ്ഷൻ എ ആണ്. 2, 3 ശരി പ്രസ്താവനകൾ. അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ്. പതിവ് കണക്ക് എന്ന ബഡ്ജറ്റ് പദ്ധതിക്ക് രൂപം കൊടുത്തു. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ മൂഷകവംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. മൂഷകവംശ മഹാകാവ്യം എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. മൂഷകവംശ മഹാകാവ്യം ഈ കൃതി 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. ശ്രീകണ്ഠൻ എന്ന രാജാവിൻ്റെ കാലത്ത് രചിക്കപ്പെട്ടു. അതുലനാണ് രചയിതാവ്. അല്ലേ? മൂഷകവംശം അതുലൻ എന്നുള്ള ചോദ്യം എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അത് പ്രത്യേകം പഠിച്ചു വെക്കാം. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുൻപ് രചിക്കപ്പെട്ടതാണ് ഈ കാവ്യം. ഓക്കെ, മൂഷകവംശ മഹാകാവ്യം എന്നുള്ള സംഭവം ഒന്ന് ഓർത്തിരിക്കുക. അതുലൻ പ്രത്യേകിച്ച് ഒന്ന് ഓർത്തിരിക്കണം. നെക്സ്റ്റ് ചോദ്യം, ഭൂകമ്പം വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജ്ജം മോചിപ്പിക്കപ്പെടുന്ന അതിന് കാരണമാകുന്നു. ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് സഞ്ചരിക്കുന്നത്. താഴെ നൽകിയിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങളിൽ ഏത് തരംഗമാണ് തരംഗദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങൾക്ക് സങ്കോച വികാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്? ഇത് തരംഗമാണ്. തരംഗദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങൾക്ക് സങ്കോച വികാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ആരാണ്? ആൻസർ പ്രാഥമിക തരംഗങ്ങളാണ്. പ്രാഥമിക തരംഗങ്ങൾ. പ്രാഥമിക തരംഗങ്ങൾ. നെക്സ്റ്റ് ചോദ്യം, നദികൾ വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിലൊന്നാണ് ഡെൽറ്റകൾ. നൽകിയിട്ടുള്ള നദികളിൽ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദി അല്ലെങ്കിൽ നദികൾ ഏതൊക്കെയാണ്? ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ആൻസർ കാവേരിയും മഹാനദിയും. കാവേരിയും മഹാനദിയുമാണ് ഡെൽറ്റകൾ സൃഷ്ടിക്കുന്ന നദികൾ. കാവേരിയും മഹാനദിയുമാണ് ഡെൽറ്റകൾ സൃഷ്ടിക്കുന്ന മഹാനദികൾ എന്ന് പറയുന്നത്. കാവേരിയും മഹാനദിയും. നെക്സ്റ്റ്, 1:50,000 സ്കെയിലുള്ളൊരു ടോപ്പോഗ്രാഫിക് മാപ്പിൽ
2 സെൻറ്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്ററാണ്? ആൻസർ 1 കിലോമീറ്റർ. ആൻസർ 1 കിലോമീറ്ററാണ്. 1:9000 സ്കെയിൽ ടോപ്പോഗ്രാഫിക് മീറ്റർ. 2 സെമി അളവിൽ കാണുമ്പോൾ എത്ര കിലോമീറ്റർ പറയുന്നു? അത് 1 കിലോമീറ്റർ പറയുന്നു. 1 കിലോമീറ്റർ. നെക്സ്റ്റ്, നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത്? സാദിയ ദുബ്രി. തന്നിരിക്കുന്നവയിൽ ഏത് ജില്ലയിലാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്? പത്തനംതിട്ട. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 VSWS നടന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന സ്ഥലം ഏതാണ്? ഇന്ത്യ. ചോദിക്കാം വീണ്ടും, ലോക സുസ്ഥിര വികസന ഉച്ചകോടി. നെക്സ്റ്റ് ചോദ്യം, അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്ന താഴെ പറയുന്നവയിൽ ഏതാണ്? 1ഉം 2ഉം ഉണ്ട്, IBRDയും ഉണ്ട്, IMF ഉണ്ട്. അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? IBRD ആൻഡ് IMF. 1980കളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകം ഏതാണ്? ആൻസർ വിദേശ വിനിമയക്ഷാമവും എണ്ണവില വർധനവുമാണ്. വിദേശ വിനിമയക്ഷാമവും എണ്ണവില വർധനവുമാണ് 1980കളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാനുള്ള കാരണം. വിദേശ വിനിമയക്ഷാമം, വിദേശ രാജ്യങ്ങളുമായി വിനിമയമില്ലായിരുന്നു, കച്ചവട വിനിമയം മറ്റ് വിനിമയങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് സാരം. നെക്സ്റ്റ് ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് ഏത് സംസ്ഥാനങ്ങൾക്കാണ്? ആൻസർ രണ്ടാമത്തെയാണ് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക്. നെക്സ്റ്റ് ചോദ്യം, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടവ ചേരുംപടി ചേർക്കുക. പഞ്ചവത്സര പദ്ധതി, അതിൽ ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം, നീതി എന്നിവയുണ്ട്. ചേരുമ്പോൾ ഏതൊക്കെ ആൻസർ വരിക? ഉത്തരം സി ആട്ടോ. ആധുനികവൽക്കരണം പുതിയ സാങ്കേതിക വിദ്യ, സ്വാശ്രയത്വം ഇറക്കുമതി ബദൽ, സമത്വം അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരം. ഈ ചോദ്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ടഫായിട്ട് തോന്നും. ടഫുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 3, 4 ശരിയാണ്. HYV വിത്തുകൾ, രാസവളങ്ങളും കീടനാശിനികളും, അതുപോലെ ട്രാക്ടർ, പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളും ഹരിത വിപ്ലവം വേണ്ടി നമ്മൾ കൊടുത്തിരുന്നു അല്ലേ? HYV വിത്തുകൾ കൊടുത്തിരുന്നു, രാസവളങ്ങളും കീടനാശിനികളും വൻതോതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ട്രാക്ടർ, പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളും നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ കറൻ്റ്ലി ഉള്ള വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ്. സുമൻ ബെറി. ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ്? 50%. നെക്സ്റ്റ് വൺ, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുവാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏതാണ്? ക്യാബിനറ്റ് മിഷൻ പദ്ധതി. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതിയായിരുന്നു ഏത്? ക്യാബിനറ്റ് മിഷൻ പദ്ധതി. നെക്സ്റ്റ് ചോദ്യം, താഴെ പറഞ്ഞ പ്രസ്താവനയിൽ വിദ്യാഭ്യാസത്തിലുള്ള അവകാശം ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? ശരി പ്രസ്താവന ശരിക്കും ഏതാണ്? ശരി പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയെന്നാണ് പറയുന്നത്. 1ഉം 2ഉം അല്ലെ. 14 ശേഷമുള്ള കുട്ടികൾക്ക് നിർബന്ധ വിദ്യാഭ്യാസം കൊടുക്കണം. പിന്നെ 2002 86 ഭരണഘടനാ ഭേദഗതി അല്ലേ, 21A ആണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുക. അതുപോലെ 86 ഭേദഗതി ഓർക്കുക. 2002 അത് സാങ്ഷൻ ആക്കപ്പെടുക. പിന്നെ ആർക്കാണ്? 6-നും 14 വയസ്സ് ഇടയ്ക്കുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കുക. ഈ 3 പോയിന്റ്സ് കൊടുത്താൽ അതിങ്ങനെ മാറി ചോദിച്ചുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ്, സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? സൈബർ നിയമങ്ങളിൽ
നിയമനിർമ്മാണം നടത്തുന്ന ആരാണ്? കേന്ദ്ര പാർലമെൻറ്റാണ്. കേന്ദ്ര പാർലമെൻറ്റ് അല്ലേ? സൈബർ നിയമം എന്ന് പറയുമ്പോൾ അതൊരു അവശിഷ്ടാധികാരം എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ അത് കേന്ദ്ര പാർലമെൻറ്റിനാണ് അധികാരമുള്ളത്. നെക്സ്റ്റ് ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിൽ വിട്ടുപോയ ഭാഗം എഴുതുക. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു ഡാഷ് സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. നാം ഭാരതത്തെ ഒരു ഏതാണ്? പരമാധികാര ഭാരതത്തെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. നെക്സ്റ്റ്, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? നിഴൽ പദ്ധതി. സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? സംസ്ഥാന ഗവർണറുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് സംസ്ഥാന സിവിൽ സർവീസ്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി. കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏത് പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള സർക്കാരിൻ്റെ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയോജന സംരക്ഷണം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ല. ചിക്കൻ ബോക്സ് രോഗം ഉണ്ടാക്കുന്ന വൈറസ് ഏതാണ്? വൈറസിൻ്റെ പേരാണ് വാരിസെല്ല സോസ്റ്റർ വൈറസ്. റിനോ വൈറസ് ഏതാണ്? ജലദോഷത്തിൻ്റെയാണ്. നിറങ്ങൾ തിരിച്ചറിയുവാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതൊക്കെയാണ്? കോൺ കോശങ്ങളാണ്. നിറങ്ങൾ തിരിച്ചറിയുവാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. അപ്പോൾ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും നമ്മുടെ കണ്ണിനകത്ത് അടങ്ങിയിട്ടുണ്ട്. റെറ്റിനയ്ക്കകത്താണ് 2 കോശങ്ങളുമുള്ളത്. ഇത് നിറങ്ങളും തീവ്രപ്രകാശവുമുള്ള ഏതാണ്? കോൺ കോശങ്ങളാണ്. മങ്ങി വെളിച്ചമാകുമ്പോൾ അത് റോഡ് കോശങ്ങളുമെന്ന് മനസ്സിലാക്കി വെച്ചു. നെക്സ്റ്റ് ചോദ്യം, ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ആൽഡോസ്റ്റിറോൺ. ഒരു മിനിറ്റ്. ആൽഡോസ്റ്റിറോൺ. രക്തത്തിലെ ഏതു ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിത രക്തസ്രാവം ഉണ്ടാകുന്നത്? ത്രോംബോസൈറ്റ്സ്. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതും ഏത് അന്താരാഷ്ട്ര സംഘടനയാണ്? IUCN. ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രകാരൻ ആരാണ്? ബയോഡൈവേഴ്സിറ്റി. എഡ്വേർഡ് വിൽസൺ. 2021 മലേറിയ തടയുവാനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏതാണ്? മോസ്ക്യൂറിക്സ്. താഴെ പറയുന്നവയിൽ വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗം ഏതാണ്? ബെറിബറി ഉണ്ടാകുന്ന അങ്ങനെയാണ്. B1 വൈറ്റമിൻ B1ൻ്റെ
ഡെഫിഷ്യൻസി അഭാവം കൊണ്ടാണ്. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? വി നാരായണൻ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈ മാസത്തിൽ ആചരിച്ചത്? 60ാം വാർഷികം. നെക്സ്റ്റ്, അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? ഹൈഗ്രോമീറ്റർ. രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ഇൻഫ്രാറെഡ് രശ്മികൾ.